നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രവാസി യാത്രികർക്ക് വീണ്ടും വമ്പൻ തിരിച്ചടി. ഇന്ത്യ അടക്കമുള്ള 5 രാജ്യങ്ങളിൽ നിന്നുള്ള ജസീറ എയർവേസ് വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നു. ഓഗസ്റ്റ് 10 വരെയാണ് റദ്ദാക്കൽ തുടരുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്നും കുവൈറ്റിലേക്ക് നേരിട്ടുള്ള സർവീസുകളും കണക്ഷൻ വിമാന സർവീസുകളുമാണ് താൽക്കാലികമായി റദ്ദാക്കിയത്. കുവൈറ്റ് ഏവിയേഷൻ ഡയറക്ടർ ജനറലിന്റെ നിർദ്ദേശമനുസരിച്ചാണ് റദ്ദാക്കൽ നടപടിയിലേക്ക് നീങ്ങിയത്. ഓഗസ്റ്റ് 10 വരെ എല്ലാ ബുക്കിംഗുകളും നിർത്തിവെക്കുകയും ചെയ്തു. വിമാന കമ്പനികൾ ഔദ്യോഗികമായി തന്നെ കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. കുവൈറ്റ് എയർവേസും സർവീസുകൾ നിർത്തിവെക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. അതേസമയം പൂർണ്ണമായി വാക്സിനേഷൻ കിട്ടിയ പ്രവാസികൾക്ക് ഓഗസ്റ്റ് 1 മുതൽ രാജ്യത്തേക്ക് മടങ്ങിയെത്താൻ അനുമതി നൽകാൻ കുവൈറ്റ് ക്യാബിനറ്റ് തീരുമാനമെടുത്തിരിക്കുന്നു. 7 മാസമായി വിദേശ സർവീസുകൾക്കുള്ള വിലക്ക് തുടരുകയാണ്. എന്നാൽ ഈ വിലക്ക് ശനിയാഴ്ച രാത്രി 11:59 അവസാനിക്കുമെന്ന് കുവൈറ്റ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കിയിരിക്കുന്നു. ഞായറാഴ്ച മുതൽ വിദേശികൾക്ക് കുവൈറ്റിലേക്ക് മടങ്ങിച്ചെല്ലാവുന്നതാണ്. എന്നാൽ അതിനു മുന്നേ മുസാഫിർ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. രാജ്യത്ത് റെസിഡൻസി വിസയുള്ളവരും ഫൈസർ, ആസ്ട്രസെനക, മൊഡേണ വാക്സിനുകളുടെ 2 ഡോസുകളോ ജോൺസൺ ആൻഡ് ജോൺസന്റെ 1 ഡോസോ എടുത്തവരുമായുള്ള പ്രവാസികൾക്ക് മാത്രമാണ് പ്രവേശനാനുമതി നൽകുന്നത്. യാത്രയ്ക്ക് മുന്നേ വാക്സിനേഷൻ വിവരങ്ങളടക്കം ഷലോനിക് ആപ്പിലും കുവൈറ്റ് മുസാഫിർ പ്ലാറ്റ്ഫോമിലും അപ്ലോഡ് ചെയ്ത് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചിരിക്കണം. ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് വ്യക്തമാക്കുന്ന ഗ്രീൻ കളർ കോഡ് കിട്ടുന്നവർക്ക് മാത്രമായിരിക്കും അനുവാദം ലഭിക്കുക. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിനൊപ്പം 72 മണിക്കൂറിനിടയിൽ എടുത്ത PCR ടെസ്റ്റിലെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റും കയ്യിലുണ്ടായിരിക്കണം. അതത് രാജ്യങ്ങളിലെ ആരോഗ്യ മന്ത്രാലയങ്ങളുടെ അംഗീകാരമുള്ള ലാബുകളിൽ നിന്നായിരിക്കണം പരിശോധന നടത്തേണ്ടതെന്നും അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് ചെയ്തെന്ന് എയർലൈൻ കമ്പനികൾ ഉറപ്പുവരുത്തണമെന്നും അറിയിച്ചിരിക്കുന്നു. QR കോഡ് സംവിധാനം ഉള്ളവയായിരിക്കണം സർട്ടിഫിക്കറ്റുകൾ. ഏത് വാക്സിനാണ് സ്വീകരിച്ചത്, വാക്സിൻ എടുത്ത തീയതി, വാക്സിന്റെ ബാച്ച് നമ്പർ തുടങ്ങിയ വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.